ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചത് ട്രോളർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമസ്കാരമാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം എന്നെയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിടുന്നത് കൊണ്ടും എല്ലാവരും അത് റീപോസ്റ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും കണ്ടു. എന്തായാലും അത്തരത്തിലുള്ള എൻജോയ് ചെയ്തത് മാത്രമല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ്. ഒന്നുമല്ല എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ അതിലുപരി ഇപ്പം അതിലും ഗംഭീരമായൊരു വീഡിയോ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നുണ്ട്. അതായത് എന്റെ ഇലക്ഷന്റെ തുടക്ക സമയത്ത് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിരുന്നിട്ട് ഒരു 2-3 ദിവസമായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ എന്നാലിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞു. 1 മാസത്തിൽ 1.5 മാസത്തോളം ആയിരുന്നു അല്ലേ, അത്രയും ആയും തോന്നുന്നു ഇപ്പൊ ഇലക്ഷന്റെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ. അത് വന്നിട്ട് ഇപ്പോ ആ വാചകങ്ങള് ഇപ്പോ അത് കൃത്യമായിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ഷന് തോറ്റതിന് ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് ഒരു ചാനലിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഉണ്ടായ 1-2 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്ലീഡുകൾ എത്തുമ്പോൾ നമുക്കത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരോടും സന്തോഷം തന്നെയുള്ളൂ. നമുക്ക് അത് പ്രത്യേകം പറയണം, ഇത് കണ്ടിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. ഒരു തരത്തിലുള്ള എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് ഇതിന്റെ ഒരു ഭാഗവത്തായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളിലും മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളിലുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരാം. താങ്ക് യു.